എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ യൂൻഗോയിലിനെയും അതേപോലെ തന്നെ ചാനയും കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ പറഞ്ഞായിരുന്നല്ലോ, അതായത് അവനാണെങ്കിൽ ഇപ്പോൾ സിയോങ്ങിനെ ഇഷ്ടമാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാന അങ്ങോട്ട് സഹിക്കത്തില്ല. അവരാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യൂൻഗോയിലെ ഷർട്ടിനായിട്ട് കയറി പിടിച്ചിട്ട് വയ്ക്കും. എന്തുവാടാ നീ ഇപ്പോൾ പറഞ്ഞ് നിനക്ക് സിയോങ്ങിനെ ഇഷ്ടമാണെന്നോ? നീ എന്നോട് ഇങ്ങനൊരു ചതി കാണിക്കണ്ടായിരുന്നോ? നിനക്ക് ആദ്യമേ തൊട്ടേ അറിയാം എനിക്ക് സിയോങ്ങിനെ ഇഷ്ടമാ എന്ന്. എന്നിട്ട് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കൂടെ നിന്നിട്ട് നീ എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചാനാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും, അതിനകത്ത് എൻ്റെ എന്ത് തെറ്റാണുള്ളത്? എനിക്ക് അവളെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും. നമ്മുടെ യൂൻഗോയിൽ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അവൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് നല്ലൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ തെറിച്ചു പോയി വീഴും. അവൻ്റെ മൂക്കിൽ നിന്ന് നല്ലതുപോലെ ബ്ലഡ് വരുന്നായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിലിന് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവനാണെങ്കിൽ ചാൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂനയിലെ അവൾക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സിയോങ്ങിന് നിൽക്കാൻ പറ്റത്തില്ല. അവൾ വേഗം തന്നെ ഇവന്മാരെ രണ്ടുപേരെയും തടയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിലായിട്ട് വന്ന് കയറാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ പിടിയും വലിയും കാരണം നമ്മുടെ സിയോങ്ങിൻ്റെ ആ തൊപ്പിയില്ലേ അതങ്ങ് താഴെ വീഴും. അപ്പോഴെല്ലാവർക്കും മനസ്സിലാവും ഈ നിൽക്കുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല നമ്മുടെ സിയോങ് തന്നെയാ എന്ന്. ഇത് കാണുന്നതും എല്ലാവരും കൂടി അവൾക്ക് ചുറ്റിനും ഇങ്ങനെ വട്ടം കൂടാനായിട്ട് ഒരുങ്ങും. നമ്മുടെ സിയോങ്ങിന് എന്ത് വേണമെന്നറിയത്തില്ലായിരുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. എന്നാൽ അവളുടെ തൊപ്പിയാണെങ്കിൽ താഴേക്ക് വീണു പോയായിരുന്നു. അവളത് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരും. പെട്ടെന്ന് തന്നെ അവിടെയുള്ള സാറുമാരുണ്ടല്ലോ, അവർ വന്നിട്ട് ഇവരെ എല്ലാവരും പിരിച്ചുവിടാൻ വേണ്ടി നോക്കും. അങ്ങനെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഈ നമ്മുടെ സിയോങ്ങില്ലേ അവളുടെ തൊപ്പി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും നമ്മുടെ യൂൻഗോയിൽ നമ്മുടെ സിയോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ തൊപ്പി എടുത്തിട്ട് അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാനായിട്ടിരുങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനിനാണെങ്കിൽ അവിടെയുള്ളൊരു സ്പോർട്സിലെ സാറില്ലേ അയാളുമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അയാളാണെങ്കിൽ നമ്മുടെ ചാനിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ അവിടെ ഇട്ടെല്ലാം ഓട്ടിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ ബാൻഡിലുള്ള ആൾക്കാരെല്ലാവരും കൂടി വണ്ടിക്കകത്തായിട്ട് കയറും. എന്നാൽ നമ്മുടെ ചാൻ മാത്രം കയറിയിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും ഈ സാറിൻ്റെ കണ്ണ് വെടിച്ച് അവിടെ നിന്ന് ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാൻ്റെ പുറകെ തന്നെ കൂടിയേക്കുക. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മളുടെ യൂനയും അവിടെ നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ ചാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സാറാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോകുന്നതും അയാളുടെ കാലാണെങ്കിൽ ഇവളുടെ കാല് വെച്ചിട്ട് തട്ടി അങ്ങ് വീഴ്ത്തും. അങ്ങനെ നമ്മുടെ ചാനും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് എസ്കേപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻഗോയിലെ അതേപോലെ തന്നെ സിയോങ്ങിനെയാണ്. അവർ രണ്ടെണ്ണവും നമ്മുടെ ഈ സാറുമാരുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുമല്ലായിരുന്നോ. അക്കൂട്ടത്തിൽ തന്നെ അവർ രണ്ടും ഒരു സ്ഥലത്തായിട്ട് വന്ന് ഒളിച്ചു വയ്ക്കും. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം അടി കൂടാനും തുടങ്ങും. അവിടെ നമ്മുടെ സിയോങ് ചോദിക്കും, അല്ല നീ എന്തോത്തിന് ഇപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞു, നീ എന്ത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേ? ഇത് കേൾക്കുന്ന യൂൻഗോയിൽ പറയും, അത് നീ ആണെങ്കിൽ നല്ല സുന്ദരിയല്ലേ, എനിക്ക് നിന്നെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി എന്ന് നമ്മുടെ യൂൻഗോയിൽ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് പറയും, അത് സത്യമാണ്, എല്ലാവരും എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാനുള്ള മെയിൻ റീസണെ ഞാൻ കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് തന്നെയാ എന്നിങ്ങനെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവിടുത്തെ ആ ഒരു സാറ് വരും. ഇയാളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യൂൻഗോയിലിനെ അതേപോലെ തന്നെ സിയോങ്ങിനെയും പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ചെയർമാൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്നാക്കും. അവരാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ കാണുന്നേ പറയും, അല്ല നീ ഇന്നല്ലേ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്, അതിനു മുന്നേ നീ പ്രശ്നം ഉണ്ടാക്കിയോ, നീ എന്തായിരുന്നാലും കൊള്ളാലോ, ഇനി മേല ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നീ നിൽക്കരുത്, മര്യാദയ്ക്ക് പഠിച്ചിട്ട് വീട്ടിൽ പൊക്കോണോ എന്ന് അവരിങ്ങനെ പറയും. അതേപോലെ തന്നെ നമ്മുടെ സിയോങ്ങിനെ കാണുന്നതിന് ചോദിക്കും, അല്ല നീ ഇപ്പോൾ US-ലല്ലേ കാണേണ്ടേ, നീ ഇവിടെ എന്തെടുക്കുക, നീ നിൻ്റെ പേരൻസ് അറിയാണ്ട് ഒളിച്ചോടി വന്നെയാണോ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് പറയും, അങ്ങനെയൊന്നുമില്ല, ഞാനാണെങ്കിൽ ഇവിടെ അല്ലാണ്ട് വന്നതാ എന്ന്. പെട്ടെന്ന് തന്നെ ഇവരാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് തനിച്ച് സംസാരിക്കും. അവർ ചോദിക്കും, അല്ല ഞാൻ നിൻ്റെ പേരൻസിനെ വിളിച്ച് കൺഫേം ആക്കണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് പറയും, അതിൻ്റെ എനിക്ക് യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അപ്പോൾ അവർ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എത്ര നാൾ ഇവിടെ ഉണ്ടോ അത്രയും നാൾ നിനക്ക് ഈ സ്കൂളിൽ പഠിക്കാമെന്ന് അവർ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കര ഷോക്കാകും. അവൾ വിചാരിക്കും, ഓഹോ ടൈം ട്രാവൽ ചെയ്ത് വന്നാലും എനിക്ക് പഠിച്ചേ പറ്റത്തോളോ എന്ന്. അങ്ങനെ അവൾ പുറത്തോട്ട് വരുമ്പോൾ എന്തുവാ നമ്മുടെ യൂൻഗോയിലിനെ കാണും. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂനയുടെ പുറകെ നടക്കുമായിരുന്നു. യൂനയാണെങ്കിൽ ഇപ്പോൾ യൂൻഗോയിലിൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതെ പിണങ്ങി നടക്കുക. അപ്പോൾ അവൻ പറയും, എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ ചാനെ അടിച്ചതുകൊണ്ടാണല്ലേ നീ ഇപ്പോൾ എന്നോട് പിണങ്ങി നടക്കുന്നത്, എന്താ കാര്യമെന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ഇവളുടെ അടുത്ത് നല്ലതുപോലെ പിണക്കം മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇത് കാണുന്നേ നമ്മുടെ സിയോങ് ഇങ്ങനെ വിചാരിക്കും, നോക്കിയാണ് എല്ലാവരും മുമ്പിൽ അവൻ എന്നെയാ ഇഷ്ടമെന്ന് പറഞ്ഞ്, എന്നിട്ട് അവൻ ഇപ്പോൾ ആ യൂനയുടെ പുറകെ നടക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചാനിൻ്റെ സ്കൂളിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ ക്ലാസ് ടീച്ചർ വഴി ഇവന്മാർക്ക് എല്ലാവർക്കും പണിഷ്മെൻറ്റ് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ചേർന്നിട്ട് പാർട്ടി ഇത് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്ന സ്ഥലത്ത് വന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങും. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ സിയോങ്ങിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ സിയോങ് സ്കൂളിലോട്ട് വരാൻ നേരത്ത് അവിടെയായിട്ട് യൂൻഗോയിലിനെ കാണുന്നയാ. അവൻ്റെ അടുത്ത് അവൾ പറയും നമുക്ക് രണ്ടുപേർക്ക് ഫുഡ് കഴിക്കാൻ പോവാ എന്ന്. ഇത് കേൾക്കുന്നേ യൂൻഗോയിൽ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ സിയോങ് പറയും നീ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, നീ ഇങ്ങനെയൊക്കെ മോശമായിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചാനടുത്ത് പറഞ്ഞു കൊടുക്കും നീ വെറുതെയാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത് എന്ന്. അവസാനം നമ്മളുടെ യൂൻഗോയിലിന് ഒരു വഴിയുമില്ലാതെ അവനാണെങ്കിൽ നമ്മളുടെ ഈ സിയോങ്ങിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. അവിടെ ചെല്ലുന്നത് നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ ഇവന് വീണ്ടും സ്പൈസി ഫുഡാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂൻഗോയിൽ ചോദിക്കും അല്ല ഞാൻ ഈ സ്പൈസി ഫുഡ് കഴിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ, നിനക്ക് എന്താ സാധിക്കാനുള്ളത്. അങ്ങനെ അവനാണെങ്കിൽ ഒന്നും നോക്കാതെ ആ ഫുഡ് എടുത്ത് അവൻ്റെ വായിലായിട്ട് വെക്കാൻ പോകുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ്ങിനെ എന്ത് തോന്നിയിട്ടാണെന്നറിയത്തില്ല, അവളാണെങ്കിൽ ആ ഫുഡ് തട്ടി അങ്ങ് തെറിപ്പിക്കും. എന്നിട്ട് അവൾ പറയും വേണ്ട നീ കഴിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവള് വേഗം തന്നെ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൾ ആലോചിക്കും അല്ലേ എനിക്ക് എന്തോ പറ്റിയിട്ടാ, ഞാൻ എന്താ അവനെ ആ ഫുഡ് കഴിക്കാൻ സമ്മതിക്കാഞ്ഞേ, എനിക്ക് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവിനെ കണ്ടുപിടിക്കണ്ടേ, അമ്മയാണെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഓരോന്ന് ആലോചിക്കും. പെട്ടെന്ന് അവൾക്ക് കാര്യം ഓർമ്മ വരും. അതായത് ഇവളുടെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അമ്മയുടെ ഫസ്റ്റ് ലവ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുത്തായിരുന്നു എന്ന്. അപ്പോൾ അവൾ വിചാരിക്കും ഓക്കെ ഈ പാട്ട് ആരാണ് ആദ്യമേ എനിക്ക് വേണ്ടിയിട്ട് പാടുന്നതെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ആരാണ് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന്. അങ്ങനെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഓരോരോ പ്ലാനൊക്കെ തയ്യാറാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനേനെയാണ്. അവളെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂൻഗോയിൽ അവിടെ വീട്ടിലായിട്ട് വരും. ഇവനെ കാണുന്നത് നമ്മുടെ യൂന നല്ല ദേഷ്യത്തിലായിരുന്നു. അവളാണെങ്കിൽ അവളുടെ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ യൂൻഗോയിലിൻ്റെ ദേഹത്തായിട്ട് വലിച്ചെറിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൻ ചോദിക്കും നിനക്ക് എന്ത് പറ്റി, നീ ഇപ്പോഴും എൻ്റെ അടുത്ത് പിണക്കത്തിലാണോ, നിൻ്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ എന്ന്. എന്നാൽ നമ്മുടെ യൂനയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവസാനം നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ യൂനയുടെ ബുക്ക് കയ്യിൽ കിട്ടും. അവളാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതിയും വരച്ചുമൊക്കെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനയാണെങ്കിൽ അവൻ്റെ കയ്യിരിക്കുന്ന ആ ബുക്ക് അങ്ങ് പിടിച്ച് വലിച്ച് വാങ്ങിച്ചിട്ട് ഇവനെയാണെങ്കിൽ ആ ഡോറിന് പുറത്താക്കി ലോക്ക് ചെയ്തങ്ങ് വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോയിൽ അവൻ്റെ റൂമിൽ വന്നിട്ട് ആലോചിക്കും ഓക്കെ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആദ്യം തൊട്ടേ എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അച്ഛനാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. അവനിങ്ങനെ ഓരോരോ കാര്യങ്ങളിരുന്ന് റീവൈൻഡ് ചെയ്ത് നോക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ യൂൻഗോയിലാണെങ്കിൽ ചാനലിൻ്റെ അടുത്ത് നിന്ന് കോൾ വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ യൂൻഗോയിൽ ചാനലിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയേക്കുന്നത്. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ ഒരു ഡീൽ തന്നെ വെക്കും. അതായത് നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സിയോങ്ങിനെ ഇഷ്ടമാണല്ലോ, നീ ആണെങ്കിൽ എൻ്റെ കൂടെ ബാൻഡിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ എൻ്റെ കൂടെ ബാൻഡിൽ ജോയിൻ ചെയ്യും, നമുക്ക് പ്രോഗ്രാം നല്ല കാര്യമായിട്ട് നടത്താം. എന്നാൽ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, നമ്മൾ രണ്ടുപേരും പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് സിയോങ്ങിനെ കാണാനേ പാടില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതും പോരാഞ്ഞാൽ അവനാണെങ്കിൽ നമ്മുടെ ഈ ചാൻ്റെ അടുത്ത് പറയും ഞാനിപ്പോൾ ഈ യൂനയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ ചോദിക്കും ഓഹോ നീ യൂനയുടെ കൂടെയാണല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനാണെങ്കിൽ ഈ യൂൻഗോയിൻ്റെ അടുത്ത് പറയും നിന്നെ എൻ്റെ മുത്തശ്ശി നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, നിന്നെ കാണണമെന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ചാനിൻ്റെ കൂടെ അവൻ്റെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ അങ്ങനെ ഇവർ മൂന്നുപേരോട് ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിൽ ആ മുത്തശ്ശീനെ നല്ലതുപോലെ മിസ് ചെയ്യുമായിരുന്നു. ആ ഫുഡും നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ ഈ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കും. അവരവിടെ പറയും മോനെ നീ എന്നാലും എന്തിനാ ചാനിനെ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയത്, അവൻ എന്തുമാത്രം സങ്കടത്തിലാണെന്നറിയാവോ, അവനാണെങ്കിൽ ഇപ്പോൾ ആരും ഇല്ലാത്തതുപോലെയാണ്. അങ്ങനെയൊക്കെ മുത്തശ്ശി കുറേ സംസാരിക്കും. അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ പറയും അത് ഞാനിപ്പോൾ പോയത് തന്നെ ഒരു കാരണത്തിൻ്റെ പേരിലാണ്, ഇതുകൊണ്ട് ചാനിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ യൂൻഗോയിൽ ആ മുത്തശ്ശി എടുത്ത് ചോദിക്കും അല്ല ചാനിൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ആ മുത്തശ്ശി കഥ പറയാനായിട്ട് തുടങ്ങും. അതായത് ചാനിൻ്റെ അച്ഛനാണെങ്കിൽ ലോട്ടറിയൊക്കെ കളിച്ചിട്ടേ ഒരുപാട് കടമൊക്കെ വരുത്തി വെച്ചു, അങ്ങനെയാണ് അവർ വഴിയാധാരമായത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പുറത്തു നിന്നിട്ട് നമ്മുടെ ചാൻ കേട്ടുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ യൂനയുടെ വീട്ടിലായിട്ട് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ചാനാണെങ്കിൽ ചോദിക്കും നീ ഇപ്പോൾ ആ യൂനയുടെ കൂടെ അവളുടെ വീട്ടിലാണല്ലേ നിൽക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും അതെ നിനക്കെങ്ങനെ യൂനേനെ അറിയാം. അപ്പോൾ നമ്മുടെ ചാൻ പറയും എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നല്ലോ, ആ ടൈമിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് യൂനയായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കായി പോവും. അവൻ വിചാരിക്കും എന്നാലും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പോലും ഇൻവോൾവ് ആവാണ്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്തല്ലോ എന്ന്. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ പറയും എന്തായിരുന്നാലും നീ ആ യൂനേനെ കാണുമ്പം എൻ്റെ വകയൊരു താങ്ക്സ് പറഞ്ഞാൽ ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ വന്നായിരുന്നു, എന്നാൽ എനിക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നീ കാണുവാണെങ്കിൽ എൻ്റെ അന്വേഷണം അവളുടെ അടുത്ത് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനാണെങ്കിൽ യൂൻഗോയിലിനെ
അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. യൂൻഗോയിലാണെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആലോചിക്കും, എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും തന്നെ അവസാനം കല്യാണം കഴിക്കും. ഞാനിവിടെ ഇപ്പോൾ തടയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അച്ഛൻ്റെ ആക്സിഡൻറ്റ് തടഞ്ഞാൽ മാത്രമല്ലേ അച്ഛൻ്റെ കേൾവിശക്തിയും സംസാരശേഷിയൊക്കെ നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ എന്നിങ്ങനെ നമ്മുടെ യൂൻഗോയിൽ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ സിയോങ് ആണെങ്കിൽ ഇപ്പം നല്ല കിടിലമായിട്ട് ഒരുങ്ങി അവളുടെ സ്കൂളിലായിട്ട് വരാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറുന്നതും അവിടെയായിട്ട് കുറേ ചെറുക്കന്മാർ ഇവളെ വട്ടം കൂടി നിൽക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അവൾ സ്കൂളിലോട്ട് വരുന്നതും അവളുടെ ഫ്രണ്ടായിട്ടുള്ള, അതായത് നമ്മുടെ യൂനയുടെ അനിയത്തി ഉണ്ടല്ലോ, അവൾ വന്നിട്ട് ചോദിക്കും, സിയോങ് നീ ആണെങ്കിൽ US നിന്ന് വന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, നീ എന്താ എൻ്റെ അടുത്തൊന്നും പറയാഞ്ഞേ? ഇത് കാണുന്നേ നമ്മുടെ സിയോങ്ങിന് ഇവളെ മനസ്സിലാവത്തില്ല. യഥാർത്ഥത്തിൽ ഇത് സിയോങ് അല്ലല്ലോ, യൂനു അല്ലേ. അപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ആരാ എന്ന്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നെയിൻ ബാഡ്ജിലെ പേര് കാണുന്നേ ഓർത്തെടുക്കും. അതായത് ഒരിക്കൽ ഇവളുടെ അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോകാൻ നേരത്ത് അവിടെയായിട്ട് ഈ പെണ്ണ് തന്നെ ആയിരുന്നു വന്നിട്ട് സംസാരിച്ച്. ഇവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻ എന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് പറയും, ആ ജിൻ, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, നീ ആ ചെയർമാൻ്റെ മോളല്ലേ എന്ന്. പെട്ടെന്ന് തന്നെ അവൾ പറയും, അതെ, നീ എന്താ എൻ്റെ അടുത്തൊന്നും മിണ്ടാഞ്ഞേ, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരുപാട് പരാതി പറയാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ പറയും, അതെൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്ന്. കൂട്ടത്തിൽ തന്നെ സിയോങ് ചോദിക്കും, അല്ല യൂനയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇത് കേൾക്കുന്ന ജിന്നിന് ഭയങ്കര ദേഷ്യമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിന്നിനെ സംബന്ധിച്ച് യൂനേനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടല്ലോ. അങ്ങനെ ഇവരാണെങ്കിൽ ക്ലാസ്സിലായിട്ട് പോവും. അവിടെയായിട്ട് ഇവളിങ്ങനെ നടക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ഇവിടെ മുമ്പിലായിട്ട് വന്നങ്ങ് ചാടും. യൂൻഗോയിൽ ഇവളെ കാണുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ചാൻ പറഞ്ഞായിരുന്നല്ലോ, നീ ആണെങ്കിൽ ഇനി സിയോങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും നിൽക്കരുതെന്ന്. ഇതാലോചിച്ചിട്ട് തന്നെ നമ്മുടെ യൂൻഗോയിൽ ഓടുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സിയോങ്ങിന് മനസ്സിലാവും, ഇവൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ സിയോങ് ഇവൻ്റെ പുറകെ ഓടും. ഇതാണെങ്കിൽ ആ സ്കൂള് ഫുള്ള് ഫ്ലാഷ് ആവും. വേഗം തന്നെ ഇക്കാര്യം നമ്മുടെ ചാനും അറിയും. അവൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാജോയാണ് കേട്ടോ വന്ന് പറയുന്നത്. ഇതറിയുന്നത് നമ്മുടെ ചാൻ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് ഓടാനായിട്ട് ഒരുങ്ങുന്നേ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു സംഭവം വരും. അതായത് അവൻ്റെ ഇപ്പോൾ ബാൻഡൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് റൂമില്ലേ, അതാണെങ്കിൽ പൊഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതറിയുന്നത് നമ്മുടെ ചാൻ ഭയങ്കര സങ്കടത്തിലാവും. അവൻ വേഗം തന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചറിനെ കണ്ടിട്ട് പറയും, സാർ എന്തുവാ സാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞങ്ങൾക്കാണെങ്കിൽ പാടാനുള്ളൊരു അവസരമെങ്കിലും തന്നൂടെ എന്ന്. അപ്പോൾ ആ സാറ് പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഈ ബാൻഡ് പോസിബിൾ ആവത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇനി ഈ റൂം അനുവദിച്ച് തരാൻ പറ്റത്തില്ല, ഇതാണെങ്കിൽ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയും. അങ്ങനെ നമ്മളുടെ ചാനിനെ അതേപോലെ തന്നെ അവൻ്റെ ബാൻഡും കാര്യങ്ങളും എല്ലാം റൂമിൽ നിന്ന് അങ്ങ് പുറത്താക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിനെ അതേപോലെ തന്നെ യൂൻഗോയിലെയാണ്. അവരിതുവരെ ഓടി തീർന്നിട്ടില്ല. അവസാനം ഇവളാണെങ്കിൽ ഓരോരോ ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ യൂൻഗോയിലിനെ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ എന്നെ കണ്ടിട്ട് മാറി നടക്കുമെന്നല്ല, എന്നെ കണ്ട് പേടിച്ചിട്ട് ഓടുവാണ്, എന്തുവാ സംഭവം? അപ്പം നമ്മുടെ യൂൻഗോയിൽ പറയും, അവിടെ ഞാനും ചാനും കൂടി ഒരു ബെറ്റ് തന്നെ വെച്ചിട്ടുണ്ട്, ഞാനാണെങ്കിൽ നിന്നെ കണ്ട സംസാരിക്കത്തില്ല എന്ന്. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടാരെ, ഞാൻ എൻ്റെ പാട് നോക്കി പൊക്കോളാം എന്ന് നമ്മുടെ യൂൻഗോയിൽ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് പറയും, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബെറ്റല്ലേ, ഞാനൊരിക്കലും ബെറ്റ് വെച്ചിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാജു ആണെങ്കിൽ യൂൻഗോയിലിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നതാണ്. അതായത് നമ്മുടെ സ്കൂളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ നിന്ന് നമ്മളിപ്പോൾ പുറത്താക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നീ അവിടേക്ക് വരണോ എന്ന്. എന്നിട്ട് ഈ സ്ഥലം സീക്രട്ടാക്കി വെച്ചേക്കണം എന്നും പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യും. അവനങ്ങനെ വേഗം തന്നെ നമ്മുടെ യൂനെ എടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ പറയും, എനിക്കറിയാം നീ ഇപ്പോഴും എൻ്റെ അടുത്ത് പിണക്കവാ എന്ന്, എന്തായിരുന്നാലും നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വാ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് കാണിക്കാം, നീ ഒരിക്കലും ഇത് റിഗ്രറ്റ് ചെയ്തില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയും. അങ്ങനെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെയായിട്ട് നമ്മുടെ യൂനേനെയും കൊണ്ടുവരും. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെ നമ്മുടെ ചാനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ തന്നെ നമ്മുടെ സിയോങ്ങും ഉണ്ട്. സിയോങ്ങിനെ കാണുന്നേ നമ്മുടെ ചാൻ പറയാൻ തുടങ്ങും, ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പാട്ട് ആ പ്രോഗ്രാമിന് പാടാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കര ഷോക്കാകും. അവൾ വിചാരിക്കും, എൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പാട്ടാണോ ഇവൻ ഇനി പാടാൻ പോകുന്നേ എന്ന്. അങ്ങനെ അവൾ ആ പാട്ട് ഏതാന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് വരുന്നേ. വേഗം തന്നെ നമ്മുടെ യൂൻഗോയിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. എന്നിട്ട് നമ്മുടെ ചാനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറയും, അല്ല നീ ഇപ്പോൾ ഇത് എന്തുവാ കാണിക്കുന്നത്, നീ എൻ്റെ അടുത്ത് എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്, സിയോങ്ങിനെ കണ്ട് സംസാരിക്കരുത് എന്ന്. എന്നിട്ട് നീ ഇപ്പോൾ എന്തോ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചാനാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ
യൂൻഗോലിൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും, അല്ല നീ എന്തോ കാണിച്ചേ, ഞാൻ കേട്ടായിരുന്നല്ലോ നീ ആ സ്കൂളിൽ ഇവളുമായിട്ട് ഓടിയും കളിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോല് പറയും, അതൊരു തെറ്റിദ്ധാരണയാണ്, നീ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ എന്ന്. അപ്പോഴാണെങ്കിൽ നമ്മുടെ യൂൻഗോല് ചോദിക്കും, ഈ സ്ഥലം സീക്രട്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ സിയോങ്ങിനെ ഇവിടേക്ക് കൊണ്ടുവന്നേ? ഉടനെ തന്നെ നമ്മുടെ ചാൻ ചോദിക്കും, അല്ല നീ ഇപ്പം എന്തോ കാണിച്ചത്, നീ എന്തിനാ യൂനിയനെ കൊണ്ടുവന്നേ? അപ്പം നമ്മുടെ യൂൻഗോല് പറയും, അത് അവൾ നല്ല കിടിലമായിട്ട് പടം വരയ്ക്കും, നമ്മളുടെ ഈ ബാൻഡിന് വേണ്ടിയിട്ട് പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നേ. ഉടനെ തന്നെ നമ്മുടെ ചാനാണെങ്കിൽ തിരിച്ചു പറയും, അതെ അതേപോലെ തന്നെ ഞാൻ സിയോങ്ങിനെ വിളിച്ചേ, അവൾ നല്ല പൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കും, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അവളെ കൊണ്ടുവന്നത് എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂൻഗോല് നേരെ അകത്തോട്ട് കയറി വന്നിട്ട് നമ്മുടെ ഈ സിയോങ്ങില്ലേ അവളെ വിളിച്ച് പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ചാൻ ചോദിക്കും, നീ ഇവിടെ എന്തുമായി കാണിക്കുന്നേ എന്ന്. ഉടനെ നമ്മുടെ യൂൻഗോല് പറയും, അത് നീയല്ലേ പറഞ്ഞ് ഇവള് കിടിലായിട്ട് ഫോട്ടോ എടുക്കുമെന്ന്, എനിക്കതൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇവളെ ഇവിടേക്ക് എടുക്കത്തുള്ളൂ എന്ന് പറയും. എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോലാണെങ്കിൽ വേഗം തന്നെ സിയോങ്ങിനെ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് നമ്മളുടെ യൂൻഗോല് പറയും, നീ വേണമെങ്കിൽ യൂനയുടെ ടാലൻറ്റും ചെക്ക് ചെയ്തോ. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂൻഗോൽ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ അവൻ്റെ അച്ഛനും അതേപോലെ തന്നെ യൂനിക്കും കൂടി കുറച്ച് സമയം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ സിയോങ്ങിനെ വിളിച്ച് അവിടെ നിന്ന് ദൂരേക്ക് അങ്ങ് മാറിപ്പോവും. ഇവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. നമ്മുടെ ചാനാണെങ്കിൽ ഈ പറഞ്ഞ യൂനെ എടുത്ത് ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങും. അവനാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യും. എന്നിട്ട് അവൻ പറയും, എന്തായിരുന്നാലും കഴിഞ്ഞ തവണ നീ എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ താങ്ക് യു ഒക്കെ പറയും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ യൂനയുടെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് പടങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ അവൻ കുറേ പടങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും അവസാനം കാണും. അതായത് ആ ബുക്കിനകത്തായിട്ട് നമ്മുടെ യൂന ചാനിനെ വരച്ച് വെച്ചേക്കുന്നത്. ഇത് കാണുന്നതും നമ്മളുടെ ചാൻ ഭയങ്കര ഷോക്കാകും. പെട്ടെന്ന് തന്നെ യൂനയാണെങ്കിൽ ആ ബുക്ക് നമ്മുടെ ചാൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചങ്ങ് എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻഗോലിനെ അതേപോലെ തന്നെ സിയോങ്ങിനെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ 2 വീലറിൽ യാത്ര ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ യൂൻഗോയിലാണെങ്കിൽ സിയോങ് ഇവിടെ എങ്ങും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അങ്ങനെ ഒരു പകുതി വഴി എത്തുന്നതും ഈ വണ്ടിയുടെ പെട്രോൾ അങ്ങ് തീർന്നു പോവും. 2 എണ്ണവും വഴിയിലും ആയിപ്പോവും. നമ്മുടെ സിയോങ്ങും യൂൻഗോയിലും കൂടി മാക്സിമം ട്രൈ ചെയ്യും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവരുടെ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു വണ്ടിയും നിർത്തത്തില്ല. അവസാനം 2 എണ്ണവും കൂടി ഇങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ സിയോങ്ങിനെടുത്ത് നല്ലതുപോലെ ഹെയർ ഒക്കെ കാണിക്കാൻ തുടങ്ങും. അവനവൻ്റെ കോട്ടൊക്കെ എടുത്ത് നമ്മുടെ സിയോങ്ങിന് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ യൂൻഗോയിനടുത്ത് ചോദിക്കും, അല്ല സത്യം പറ, നിനക്ക് എന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ? നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഇത് കേൾക്കുന്ന യൂൻഗോയിൽ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞാന്നല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമായെന്ന്. നിനക്ക് എങ്ങനെയാ? നിനക്ക് എന്നോട് വല്ല ഫീലിങ്സും ഉണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോങ് പറയും, അത് എനിക്കത് പറയാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുത്താ, അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങും. അവനൊരു റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ ഇവക്ക് വേണ്ടിയിട്ട് പാടുന്നത്. അവിടെ ഗിത്താറൊക്കെ വരും. അങ്ങനെ ഇവൻ പാട്ടൊക്കെ പാടിക്കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ എന്ത് തോന്നിയിട്ടാണെന്ന് അറിയത്തില്ല, അവൻ വേഗം തന്നെ നമ്മുടെ സിയോങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതായത് നമ്മുടെ യൂൻഗോയിലിനെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സിയോങ്ങിൻ്റെ അടുത്ത് ഇഷ്ടമുള്ളതുപോലെ. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.